അശ്വിനെ, നിർമ്മലാജിയുടെ പുതിയ ബഡ്ജറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്ത് പറയാൻ, പതിപോലെ തന്നെ കേരളത്തിനൊന്നുമില്ല. വയനാട് പാക്കേജ് പോലും പ്രഖ്യാപിച്ചില്ല. കഴിഞ്ഞ ബഡ്ജറ്റ് ഓർമ്മയുണ്ട? വേനൽക്കാലത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തന്നെ ഏതാണ്ട് 11,000 കോടി രൂപ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായിട്ട് ബീഹാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കേരളത്തിനൊന്നും. ബീഹാറിന് കൊടുത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കഴിഞ്ഞ തവണ ആന്ധ്ര ബീഹാർ ബഡ്ജറ്റ് ആയിരുന്നു. ഇത്തവണ ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ട് ബീഹാർ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് അവതരണം കേട്ടോണ്ടിരുന്നപ്പോൾ അവസാനം ഈ കേന്ദ്രത്തിന് ഇന്ത്യയുടെ തലസ്ഥാനം പട്നയിലോട്ട് മാറ്റും എന്ന് പ്രഖ്യാപിക്കുമെന്ന് വരെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയി ഞാനിപ്പോ എയിംസും കൊണ്ടുവരുന്ന പറഞ്ഞ പോയ ഒരാളില്ലേ. പക്ഷെ ഇപ്പൊ എയിംസ് പോയിട്ട് ഒരു പാക്കറ്റ് ജെയിംസ് പോലും തന്നില്ല. അവന്മാർക്ക് ഇവിടെ നിന്ന് വോട്ട് കിട്ടാൻ വേണ്ടി ആന തരാം, മാങ്ങ തരാം, തേങ്ങ തരാം എന്നൊക്കെ പറയും. പക്ഷെ ഇനി അവർ അടുത്ത തെരഞ്ഞെടുപ്പ് പറഞ്ഞ വരെ ഇങ്ങോട്ട് ഒരുത്തനെയും നോക്കാം. അപ്പൊ ഗോപിജി പറഞ്ഞ എയിംസ്, റെയിൽവേ പാത ഇരട്ടിപ്പിക്കലും വിഴിഞ്ഞത്തിനുള്ള സഹായമൊക്കെ വെറും വാഗ്ദാനം മാത്രം. ബഡ്ജറ്റ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാലും താഴേന്ന് മുകളിലോട്ട് നോക്കിയാലും കേരളം എന്നുള്ള വാക്ക് കണ്ടുപിടിക്കാൻ സൂക്ഷ്മദർശിനി ഉപയോഗിക്കേണ്ടി വരും. എന്നാ പോലും കാണാൻ പറ്റിയെന്ന് വരില്ലേ. ഇനി കേരളം ഇന്ത്യയിലാണെന്ന് മറ്റേ നിർമ്മലാജി അറിയിക്കാൻ വേണ്ടി മിക്കവാറും KN ബാലഗോപാൽ കേരളത്തിലെ ബഡ്ജറ്റിൽ കുറച്ച് പൈസ കേന്ദ്രത്തിന് അനുവദിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മിക്കവാറും അങ്ങനെ വല്ലതും വേണ്ടി വരും.